ഇന്ന് ഞാൻ ചെയ്യുന്നത് മലബാർ സ്പെഷ്യൽ സ്നാക്കായ കിളിക്കൂടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ഈ കിളിക്കൂട് റെഡിയാക്കാനായിട്ട് ആദ്യം ഒരു മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായി മുറിച്ചത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാള ഒന്നങ്ങ് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ എടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെയൊക്കെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് അതിന് ശേഷം ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. വേവിച്ചതിന് ശേഷം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതോടെ നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അതോടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം ഞാനിത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം. പിന്നെ ഞാനിതിലേക്ക് 1 കപ്പ് സേമിയയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ടുള്ള സേമിയയാണിത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. ഇത് ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കിളിക്കൂട് റെഡിയാക്കാനായിട്ട് നമ്മുടെ ഈ മസാലയിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് ഒരു ബോൾ ഷേപ്പ് ആക്കി എടുക്കാം. ഇനി ഇത് കയ്യിൽ വെച്ച് ഒന്ന് ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി ഒരു മുട്ടയുടെ പീസ് എടുത്ത് ഇതിനുള്ളിലായിട്ട് വെച്ചിട്ട് ഒന്നങ്ങ് ഉരുട്ടിയെടുക്കാം. മുട്ട ഞാനിവിടെ 1 മുട്ട 8 പീസാക്കിയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 പീസാക്കി മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഒരു കിളിക്കൂടിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാക്കിയിട്ട് മാറ്റാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ മിക്സിയിൽ ഒന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം സേമിയയിലിട്ട് സേമിയ മുഴുവനായിട്ട് ഇതിൽ കവർ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതല്ലാതെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ കിളിക്കൂടും ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓരോ കിളിക്കോടും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് അങ്ങ് ആയി വരുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ നിന്നും മാറ്റാം. ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതുകൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ എല്ലാ കിളിക്കോടും ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിക്കാം. നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഒക്കെ ഒരു മസാല തന്നെയാണ് ഇതിനും വരുന്നത്. പിന്നെ ചെറിയ 1-2 ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി ഒന്ന് വാട്ടിയെടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.